ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് ട്രെയിലേക്ക് സ്വാഗതം. സമയം ഓൾമോസ്റ്റ് 3:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ക്ലോസ് ചെയ്യും. ഞാനൊരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. 24,150 കോൾ ഓപ്ഷനാണ്. സോ അത് ഞാൻ എടുത്തത് ഈ ഒരു ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ ഓൾമോസ്റ്റ് 3,900 പ്രോഫിറ്റിലാണ്. ഞാനപ്പോൾ ഈ ഒരു പൊസിഷൻ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പ്രൈസ് എത്രമാത്രം താഴോട്ട് വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ റീസൺ ഇന്ന് എക്സ്പയറി ആണ്. സോ എന്തായാലും പ്രീമിയം വർത്ത്ലെസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് 24,150 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇൻഡെക്സ് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. 24,136 പ്രൈസ് നിൽക്കുന്നത്. സോ ഈ ഒരു 24,150 ബിലോ ആണ് പ്രൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു പ്രീമിയം നമുക്ക് 0 ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഓൾമോസ്റ്റ് 0.35 ആണ് ഇതിൻ്റെ പ്രീമിയം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാണ്. സോ ഞാനിവിടെ സെല് ചെയ്ത്, സോ ഞാൻ ഇവിടെ റിവേഴ്സ് ആയിട്ടുള്ള പൊസിഷൻ ഞാൻ ബൈ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പൊസിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ആ ഒരു ട്രേഡ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് എടുത്ത ട്രേഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓൾമോസ്റ്റ് 3,930 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് സ്കാൽപ്പിംഗ് ട്രേഡ്സ്, കുറച്ച് ബിഗ് ക്വാണ്ടിറ്റീസ് വെച്ചാണ് എടുത്തത്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്കൊരു 18,000 ലോസും പിന്നെ 2 പ്രോഫിറ്റ് ട്രേഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു 32,000 പ്രോഫിറ്റാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സോ ഒരു ബ്രോക്കറേജ് ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30,000 അല്ലെങ്കിൽ ഒരു 29,500 ആ റേഞ്ചിലായിരിക്കും പ്രോഫിറ്റ് ഇന്ന് കിട്ടുന്നത്. സോ ഈ ഒരു ട്രേഡ്, അതായത് ഓൾമോസ്റ്റ് ഞാൻ സ്കാൽപ്പിങ്സ് ഒക്കെ എടുത്തത് ഈ ഒരു റേഞ്ച് മാർക്കറ്റിലാണെന്ന് ആലോചിക്കണം. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരു റേഞ്ച് ഞാനിവിടെ നിഫ്റ്റി 50 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരലൽ ചാനലിൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റിന് നമുക്ക് ഒരു പാരലൽ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ വഴിയാണ്. അതിനുശേഷം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് ഈക്വൽ ലോയും ഈക്വൽ ഹൈസാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ എക്സസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു ഫേക്ക് ഔട്ടാണ് ആക്ച്വലി. ഇവിടെ വെച്ചിട്ട് നമുക്ക് അറിയാം റീറ്റെയിൽ ട്രേഡേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് മേ ബി ഈ ഒരു സ്വിങ് ലോയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നമുക്ക് നോക്കിയാൽ കാണും ഈസിലി ആ ഒരു സ്വിങ് ലോ ഇവർ എടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് മൂവ്മെൻറ്റ് ഈ ഒരു ലെവലിന് എബോവ് കിട്ടി. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ആ ഒരു ഷോർട്ട് സെൽ ചെയ്ത്, എന്നിട്ട് ടാർഗറ്റ് നമ്മുടെ ഈ ഒരു മിഡ് വാല്യൂ റീജിയൻ, അതായത് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഇക്വിലിബ്രിയം ലെവലായിട്ടുള്ള മിഡ് വാല്യൂ റീജിയനിലേക്കാണ് ഞാൻ ആക്ച്വലി ടാർഗറ്റ് വെച്ചത്. സോ ആ ഒരു ടാർഗറ്റാണ് ആക്ച്വലി നമുക്കിപ്പോൾ ഗെയിൻ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഈ ഒരു കോൾ ഓപ്ഷൻ ഞാൻ സെല് ചെയ്തിട്ട് അത് വർത്ത്ലെസ് ആയിട്ട് വന്നത്. അപ്പോൾ വർത്ത്ലെസ് ആവാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. 24,150 ബിലോ ആണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുകൊണ്ട് മാത്രമാണ് ഞാനത് സെല് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 3,000 പ്രോഫിറ്റ് കിട്ടി. സോ അതിന് മുമ്പ് എടുത്തിട്ടുള്ള ഈ ഒരു ട്രേഡ്സ് എല്ലാം ആക്ച്വലി ഒരു സ്കാൽപ്പിംഗ് ട്രേഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ട്രേഡ്സ് ആക്ച്വലി നമുക്ക് സ്കാൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെയായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നതും പെട്ടെന്ന് തന്നെയായിരിക്കും എക്സിറ്റ് ചെയ്യുന്നതും. ആ ഒരു ബ്രേക്ക് ഔട്ടും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺസും ക്യാപ്ചർ ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. സോ നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ സ്കാൽപ്പിംഗ് ട്രേഡ്സും ലൈവ് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ മാർക്കറ്റ് എൻഡ് ആയിട്ടുണ്ട്. ലാസ്റ്റ് പൊസിഷനാണ് നിങ്ങളെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ വരുന്ന ഫ്രൈഡേ ആണ്. നാളെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയായിരിക്കും. ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ന്യൂട്രലായിട്ടാണ്. ഓൾമോസ്റ്റ് 5 പോയിൻറ്റ്സ് മാത്രമാണ് അപ്സൈഡ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. സോ നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലിയിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒബ്വിയസ്ലി നമ്മുടെ നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് തന്നെയാണ്, മുകളിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ നടക്കുന്നത് ചെറിയൊരു കറക്റ്റീവ് മൂവ്മെൻറ്റ്, അതായത് ചെറിയൊരു ഡൗൺ സൈഡാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വലിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിൽ മേ ബി ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടന്നേക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടിയും ബാഡായിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതൊരു റണ്ണവേ ഗ്യാപ്പായിട്ട് അത് അവിടെ നിൽക്കും. പിന്നെ ബാക്കിയുള്ള താഴത്തെ ഓർഡേഴ്സൊക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇൻസൈഡ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 70% ചാൻസ് ഉണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്തായാലും അതിന് അടുത്തെത്തിയിട്ടില്ല. നമുക്ക് ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സോ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിനകത്ത് നോക്കിയാൽ മതി. ഞാൻ വീക്കിലി മാറ്റിയിട്ട് ഡെയിലിയിലേക്ക് പോവാണ്.
സോ ഡെയിലിയിൽ നമ്മൾ ആ വരച്ച ആ ഒരു ലെവൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ആക്ച്വലി ഒരു ഇംബാലൻസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ തന്നെ ഇനി തിരിച്ച് വരേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ് ഈ ഒരു ലെവലിൽ. സോ നെക്സ്റ്റ് നമുക്കിനി താഴോട്ടുള്ളൊരു ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ബിലോ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടേക്കൊക്കെ പ്രൈസ് എത്താൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കണം. അതായത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വരുമെന്നാണ്. ഈ ഒരു ലെവലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓർഡേഴ്സ് എടുത്തിട്ടായിരിക്കാം ഈ ഒരു ലെവലിലോട്ട് വരുന്നത്. സോ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അതായത് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു കറക്ഷൻ വന്ന് വീണ്ടും നമുക്ക് എല്ലാ പൊസിഷനും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ചാൻസ് ആയിരിക്കും ഇനി ഈ ഒരു പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ. സോ വീക്കിലിയും ഡെയിലി നോക്കുവാണെങ്കിൽ അങ്ങനെയാണ്. അതായത് ഒരു ബിഗ്ഗസ്റ്റ് പിക്ചർ നോക്കുവാണെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രൈഡേ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽസ് നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ വരച്ച് നോക്കാം. ഓക്കെ, ഇത് 50 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു കൺസോളിഡേറ്റഡ് റീജിയനിൽ നിന്ന് ഈ ഒരു മിഡ് വാല്യൂ റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോസിബിൾ മൂവ്മെൻറ്റ് ഈ ഒരു ചാനലിൻ്റെ ഡൗൺ സൈഡ് റീജിയനിലേക്കായിരിക്കാം. ഇവിടെ നിന്ന് ഓർഡേഴ്സ് എടുത്തിട്ടായിരിക്കാം മേ ബി ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കുക. അപ്പോൾ റണ്ണവേ ഗ്യാപ്പ് ആണെങ്കിൽ ഈ ഒരു താഴത്തെ ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇംബാലൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് നിയർലി ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസിൽ ഉള്ള ഗ്യാപ്പാണ് 24.035. ഈ ഒരു ലെവലിലേക്ക് മേ ബി നമുക്ക് ഈ വരുന്ന ഫ്രൈഡേ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. സോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം ഫ്രൈഡേ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക്